ടെന്നീസ് പ്ലെയറിൻ്റെ എൻട്രി കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാ ടെന്നീസ് കളിക്കാൻ വേണ്ടി പോകണം. ഒരു വെയിലത്താണ് ടെന്നീസ് കളിക്കുന്നത്. ഭ്രാന്താലേ കാണാം. പറഞ്ഞു വരുന്നത് ക്യാമറമാൻ ഇത് എങ്ങനെ ഫോണ് പിടിച്ചിറങ്ങാൻ നമുക്ക് ഒരു പിടിയിലട്ടോ. എന്തായാലും നമുക്ക് ഫോണ് പിടിച്ചിറങ്ങാം. വീഴാണ്ടിരുന്നാൽ ദൈവമേ 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 പോവല്ലേ. ഇപ്പം കുട്ടി പറഞ്ഞ് വീണ് കഴിഞ്ഞാൽ വിളിച്ചാൽ പോലും ഒരാൾ കേൾക്കുമല്ലോ. എല്ലാം താഴെയാണ്. എൻ്റെ കാലൊക്കെ നമ്മളങ്ങനെ സക്സസ്ഫുള്ളി ഇറങ്ങി. ഇവിടെ നമ്മൾ പുറത്തുനിന്ന് മുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ കാലഴുകി കയറാൻ വേണ്ടിയിട്ട് ഒന്നര ഇവിടെ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്. പൈപ്പ് വെള്ളം വരുമോ? വെള്ളം വരുന്നുണ്ട് വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇത് അടച്ചു വെക്കാം. അപ്പോൾ ഇത് ഇവിടെ വന്ന് ബ്ലൈൻഡ് ബൂട്ട് ക്യാമ്പിൽ വന്നാൽ ഇത് തുറക്കാൻ എങ്ങനെ അറിയില്ലേ? ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുക. അത് മറന്നു പോരുത്. ഈ സാധനം ഒരു വൃത്തിയുടെ ലോക്കാണ്. ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുക. ഇത് പിടിച്ച് വലിച്ചാലോ പൊക്കിയാലോ ഒന്നും വരില്ല. ഈ സാധനം പിടിച്ചിട്ട് ഇങ്ങനെ ഇതാക്കണം, ഇങ്ങനെ എടുക്കണം, എന്നിട്ട് ഇങ്ങനെ വലിക്കണം. മനസ്സിലായില്ലേ? പഠിച്ചോണം. നീ ഇവിടെ വന്നിട്ട് ബബോ പഠിക്കരുത്. എപ്പോഴും പറഞ്ഞുതരാൻ ഞാൻ ഉണ്ടാവുകയും വരില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് നമ്മളവിടുന്ന് ഹോട്ടലിൽ പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്ന് ഞാൻ ഇതാണ് അപ്പോൾ നേരത്തെ പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞുള്ള ഒരു ദുബായ് ഒരു സെറ്റപ്പാണ് ഈ ഒരു ഏരിയാസ്. അപ്പോൾ അപ്പുറത്തും ഏതൊക്കെ ഒരു വിളിച്ചാരൊക്കെ ആർക്കാന്നാ പറഞ്ഞു. അതല്ലേ പക്ക ദുബായിലുള്ള ഒരു പന സാമഗ്രികളും ആ ഒരു കളർ ബിൽഡിങ്സിനൊക്കെ ഒരു കളർ തീമാണെങ്കിലും ഈ ഒരു മൊത്തത്തിലൊരു സെറ്റപ്പാണെങ്കിലും ഒരു ദുബായിലൊക്കെ വന്നു കഴിഞ്ഞാലുള്ള ഒരു വില്ലാസും അല്ല ആ വീടുകളൊക്കെ തമ്മിലുള്ള അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയാണെങ്കിലും മൊത്തത്തിൽ വീട്ടിൽ നിന്ന് ഫുള്ള് കഴുകി വന്നതാണ്. ഇവിടെ നോക്കും ബാംഗ്ലൂർ എത്തിയപ്പോഴേക്കും മൊത്തം പൊടി പിടിച്ചിട്ടോ. അതാണല്ലേ മൊത്തം പൊടിയായി വണ്ടി. കാരണം അവസ്ഥ ഇനി ബാംഗ്ലൂരിലത്തെ ട്രാഫിക് എനിക്ക് ഇഷ്ടമില്ലാത്ത സംഭവമാണ് ഈ ബാംഗ്ലൂർ ട്രാഫിക് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വണ്ടിയിൽ. അപ്പോൾ ഏകദേശം വണ്ടിയിൽ 30% എന്തോ ചാർജ് ഉണ്ട് കേട്ടോ. നമ്മൾ അപ്പോൾ അവിടുന്ന് ചാർജ് ചെയ്തതിനു ശേഷം പിന്നെ ഇപ്പോൾ ബാംഗ്ലൂർ എത്തിയിട്ട് ഇപ്പോൾ ഒരു 30% എന്തോ സംതിങ് ചാർജ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ വീഡിയോഗ്രാഫർ, നമ്മുടെ ഫോട്ടോഗ്രാഫർ, ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ നമ്മൾ ജോജു ഒറ്റക്കാണോ? ഉറങ്ങുവാണോ? നമ്മളെ വീഡിയോ ഷൂട്ടിനുള്ള നമ്മുടെ ടീം. ജോജി ബ്രോ ഗുഡ് മോർണിംഗ്. ശേഷം നമ്മൾ ബാംഗ്ലൂരിൽ പരിപാടിക്ക് ശേഷം മീറ്റ് ചെയ്ത് ഞങ്ങൾ രാവിലെ ഒരു 6 നാളെ കരുനാഗപ്പള്ളിയിൽ മൈജിയിൽ ഒരു പരിപാടി. മൈജിയിൽ എന്തൊരു ഈ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്ന ആരാന്നറിയാം? നമ്മുടെ ചിഞ്ചു ഉറങ്ങിയിട്ടില്ല. അവനൊക്കെ ഇറക്കണം. ഇത് എന്ത് രൂപമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തോ ഒരു ഈ രൂപം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് രൂപമായിട്ടാണ് നിങ്ങൾക്ക് കാണണമെന്ന് നോക്കിയിട്ട് നിങ്ങൾ പറയട്ടോ. എന്തോ ഒരു ബീൻസൊക്കെ പോലെ തോന്നില്ലേ? ബീൻസോ എന്തോ ഒരു രൂപം അങ്ങനെ തോന്നുന്നത്. അപ്പോൾ അവിടെ അതൊരു പ്ലാനിങ് മറ്റേ വീഡിയോ ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് കോലടി ഇത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ടി വി ഇപ്പോൾ ഫിറ്റ് ചെയ്യാൻ ഒരാൾ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സോഫ കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ അത് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ സോഫ കാര്യങ്ങൾ കയറി വരുമ്പോൾ ഇവിടെ സോഫ സംഭവങ്ങൾ, ഇവിടെ ടി വി 65 ഇഞ്ചിൻ്റെ ടി വി കേട്ടോ. സോണിയുടെ എന്തോ പറയുന്നുണ്ട് 65 ഇഞ്ചിൻ്റെ ടി വിയാണ്. 65 ഇഞ്ചിൻ്റെ സോണി ബ്രേവിയൻ്റെ കിടിലൻ സാധനം കേട്ടോ ഈ സാധനം. അപ്പോൾ അവിടെ ടി വി സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഷൂട്ടിനുള്ള സ്ഥലങ്ങളൊക്കെ ലൊക്കേഷനൊക്കെ നോക്കാൻ വേണ്ടി ഒന്ന് നടന്നതാണ്. ഇപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ മോളിൽ കണ്ടിട്ടുള്ള ആ ഒരു ബിൽഡിങ്ങിൻ്റെ മോളിൽ കണ്ടിട്ടുള്ള ടെന്നീസ് കോർട്ട്. ഇത് ആംബിയൻസ് മൊത്തത്തിൽ കൊള്ളാട്ടോ. ഈ ഒരു ഏരിയ എന്തൊക്കെ
ഫുൾ അടിപൊളി ഒരു നല്ലൊരു വൃത്തിയും ഒരു 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 ഈ ഒരു വില്ലയിലും ബാക്കി ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ ടെന്നീസ് കോർട്ട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഞാൻ വേറെ സാധനം ഇട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അവിടെ ജോജി റെക്കമെൻഡ് ലൊക്കേഷനൊക്കെ നോക്കാൻ പോയിട്ട് വീഡിയോ ഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടേക്ക് വരികയാണെങ്കിൽ ഇതേ കിടക്കുന്നത് സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. അതൊക്കെ ഈ ഒരു ഇതിനുള്ളിൽ വരുന്നതാണ്. ഇവിടെ അടിപൊളി ഒരു സ്വിമ്മിംഗ് പൂളും പക്ക ക്ലീൻ ആക്കിയിട്ടുള്ള ഒരു വൃത്തിയായിട്ട വെള്ളവും കാര്യങ്ങളൊന്നുമല്ല, നല്ല അടിപൊളി ക്ലീൻ ആക്കിയിട്ടുള്ള സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും എല്ലാം ഇവിടെ അക്വ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ഈ ജിമ്മ് ഈ ഒരു വില്ലേജിലുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ജിമ്മ് സംഭവ സാമഗ്രികളെല്ലാം കിടിലൻ സാധനം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഏരിയ മൊത്തത്തിൽ നല്ല രസമുണ്ട്. ഇവിടുത്തെ നമുക്ക് ഇപ്പോൾ ഡെയിലി ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ജിമ്മും കാര്യങ്ങളും എല്ലാ സംഭവ സാമഗ്രികളും. കുറച്ച് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ഈവൻ ഇപ്പോൾ വെയിലാണ്, സ്റ്റിൽ ഒരു തണുപ്പുണ്ട് ഇവിടെ. തണുപ്പും വെയിൽ രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം. രാവിലെ വരികയാണെങ്കിൽ ഇവിടെ ടെന്നീസ് കളിക്കുകയാണെങ്കിൽ ഞാൻ ഇതിൽ ടെന്നീസ് കളിച്ചിട്ടില്ല. എനിക്ക് ടെന്നീസ് കളിക്കണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ടെന്നീസ് കളിക്കണം. അതേപോലെ ഇവിടെ സ്വിമ്മിംഗ് പൂള്, ജിമ്മിലൊക്കെ. അപ്പോൾ നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ ബാക്കി കാഴ്ചകൾ അവിടെ പ്ലെയേഴ്സ് വന്നിട്ടുണ്ട്, 2 പേര് വന്നിട്ടുണ്ട് പ്ലെയേഴ്സ്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് പരിചയപ്പെട്ടെന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. ബാക്കിയുള്ളവർ വന്നിട്ട് ഞാനത് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അവരെ പുതിയ പ്ലെയേഴ്സിനെ എന്തായാലും റിവീൽ ചെയ്തിട്ടായിരിക്കും ഈ വ്ളോഗ് വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ വഴിയെ കാണിച്ചു തരാം. ഓക്കെ, ഫുട്ബോളിനായിരുന്നെങ്കിലും മറ്റേ കാല് വെച്ച് കളിക്കാം അപ്പുറം. ശരി, ഫുട്ബോളൊന്നുമില്ല. ടെന്നീസ് ബോളുണ്ട്, ബാറ്റില്ല. തൽക്കാലം നമുക്ക് ഫുട്ബോളാക്കിയാൽ മാറ്റാം. പൊക്കടി ടുട്ടു. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് ക്യാച്ച് ചെയ്യുന്ന കളിയാണ്. ഒറ്റ കൈ വെച്ചിട്ട് ക്യാച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പുറത്തും ക്യാമറ. ഓ, കിട്ടിയില്ല. ബാറ്റ് വരും പറഞ്ഞാലാണ്ട് ബാറ്റ് വരുന്നിട്ടില്ല അതുവരെ. അയ്യോ, അത് കിട്ടി. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ വന്നിട്ട് അവിടെ ഈ റൂമും തുറന്നിട്ടുണ്ട്. ആണല്ലേ, ഇത് നമ്മുടെ ഇൻഡോർ ഗെയിംസ് ആയിട്ടുള്ള നമ്മുടെ ഇതിൻ്റെ പേര് മറ്റേ ഇത് പിന്നെ 8 ബോൾ പൂള് ബില്ലിയാർഡ്സ് അതല്ലേ? 8 ബോൾ പൂളല്ലേ പറയാ, ബില്ലിയാർഡ്സ് അതല്ലേ പറയാ? എന്തായാലും ഞാൻ 8 ബോൾ പൂൾ ഗെയിം കളിച്ചിട്ടുണ്ട്. ആ ഒരു ഓർമ്മയിൽ ആ സാധനം. അല്ലാണ്ട് ഞാൻ വേറെ ടൈപ്പ് റിയൽ ലൈഫിൽ അങ്ങനെ കളിച്ചിട്ടൊന്നുമില്ല. ഒരു ആണെന്ന് ജസ്റ്റ് ഒന്ന് വടിയോടും തട്ടിമുട്ടിയിട്ടുണ്ട്, അല്ലാണ്ട് കളിച്ചില്ല. അവിടെ ഇതെനിക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ വീഡിയോയിലെ കണ്ടിട്ടുണ്ട്, ഞാൻ അത് കളിച്ചിട്ടില്ല. ഇതിൻ്റെ പേര് മറന്നുപോയി. പിന്നെ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനും ഏകദേശം ഒരു ഓവറിയോ ഐഡിയ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മളിപ്പോൾ തിരിച്ച് TV സെറ്റാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ദേ ഇറക്കണം സാധനം സെറ്റാക്കിയിട്ട് നമ്മൾ വന്നപ്പോഴേക്കും ചേട്ടൻ പോയി ഒന്നുമില്ലേ. ചേട്ടൻ സാധനമൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ചേട്ടൻ പോയി ഒന്നു. അപ്പോൾ ഫസ്റ്റ് ഉദ്ഘാടനമായിട്ട് നമ്മൾ കവർ പൊട്ടിച്ചുകൊണ്ട് നമ്മൾ ഉദ്ഘാടനം തുടങ്ങാറ്. അങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മുടെ TV ഓണാക്കി. അവിടെ പ്ലെയേഴ്സ് ബാക്കിയും പേര് വരാണ്ട് എന്തായാലും ഷൂട്ട് തുടങ്ങാൻ ടൈം എടുക്കും. അപ്പോൾ പിന്നെ പോസ്റ്റ് ആവേണ്ട വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ടെന്നീസ് കളിക്കാൻ വേണ്ടി പോവാണ്. ഞാനും ജോജി ബ്രോയും കൂടെ. ഇവിടെ ആരും കളിക്കാറില്ല എന്നാ പറഞ്ഞ്, ബാറ്റൊക്കെ തപ്പി പിടിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിർത്തുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ലെറ്റ്സ് പ്ലേ ടെന്നീസ്. അപ്പോൾ നമ്മൾ ടെന്നീസ് കളിക്കാൻ വേണ്ടി പോവാണ്. അയ്യോ, പൊരി വെയിലത്താണ് ടെന്നീസ് കളിക്കുന്നത്. ഭ്രാന്താലേക്കണം. ഫോൺ വെച്ചിട്ട് പാടാ. അയ്യോ, ഓർമ്മയില്ല.
നിലപ്പതി 6 ബോളിൽ 6 സിക്സാ. അയ്യേ വെറുതെ റൺസ് ജയിക്കാൻ. കൈയല്ല 2 ബോളിൽ 12 ഫുള്ള. ഈ ഭാഷ വെച്ചിട്ട് ടെന്നീസ് മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ്. അപ്പോൾ സക്സസ്ഫുള്ളി നമ്മൾ ക്രിക്കറ്റ് ടെന്നീസ് ബോൾ കളിച്ച് ചീത്തയും കേട്ട് നമ്മൾ നിർത്തി. കയ്യിൽ ഇത് മുറിയായി. ബാറ്റിൻ്റെ അറ്റത്ത് ആണിങ്ങനെ പൊന്തിക്കുണ്ടായി. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിടിച്ചിട്ട് കുറച്ച് നോക്കിയപ്പോൾ വേണമെന്ന് അറിഞ്ഞില്ല. കുറച്ച് നോക്കിയപ്പോൾ കൈമ മുറിയായിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കളി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. അത്യാവശ്യത്തിന് കയ്യിൽ പ്രൈസൊക്കെ കെട്ടിയിട്ട് നമ്മൾ പോവാണ്. ക്ഷീണിച്ച് കളർന്ന് ജോജി ബ്രോ. അപ്പോൾ ഇവിടെ നമ്മുടെ പ്ലെയേഴ്സിനെ വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സ്റ്റിൽ ഷോട്ട്സും കാര്യങ്ങളൊക്കെ. പിഞ്ചു ഹെൽമെറ്റൊന്നും വെക്കാണ്ട് ഇതേ പോകുന്നു. അവൻ ഫുഡ് കഴിച്ചിട്ടില്ല, അപ്പോഴേ എണീറ്റുള്ളൂ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കാറിൻ്റെ ഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇതായിട്ടൊന്നും ഇങ്ങനെ കുറച്ച് നാൾ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ളവർക്ക് വരാണ്ടോ. ബാക്കിയുള്ളവർ വന്നിട്ട് വേണം ബാക്കി ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. യൂട്യൂബ് ഇത് തന്നെ പരിപാടി കൊണ്ട് ശീലമായി. നമ്മൾ ഈ ക്യാമറ നിൽക്കുന്നത് തന്നെ ടെൻഷനാണ്. ആ ഒരു ഐഡിയ പറഞ്ഞുതരാം. കയറിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ തോളത്ത് കൈയിട്ടിട്ട് അകത്തേക്ക് കയറുന്ന സീനല്ലേ, അത് വാരി മർദ്ദം പോലെ അളിഞ്ഞ് വാരി കാറിന്റെ അപ്പുറത്ത് പോയി. അതായത് ജയജയപുരയുടെ അതിസാഹസ്യമായ അഭിനയം കാരണം ടേക്ക് 10 എത്തിച്ചിട്ടുണ്ട്. അടുത്ത പ്ലെയറിൻ്റെ ഒരു ഷോട്ടിനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഷൂട്ടിങ്ങും കാര്യങ്ങളും ജസ്റ്റ് ഒരു റാൻഡം ഷോട്ട് പോലെ സംഭവം കാണിക്കാൻ വേണ്ടി അടുത്ത ആളുടെ സംഭവ സമയങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഓരോ റാൻഡം ക്ലിപ്സിന് വേണ്ടിയിട്ട്. കോച്ച് കാസ്ട്രോ അവസാനം ഇത് ഷട്ടിൽ കളിയാക്കാം. ചിരിയില്ലാതെ അവൻ പേടിച്ചിരിക്കുക. എന്തും നടക്കും. ടേബിൾ ടെന്നീസിന് ശേഷം ഇതാ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിൽ തൻ്റേതായ കുറച്ച് സംഗതികൾ കാഴ്ചവെക്കുമെന്നാണ് കാസ്ട്രോ പറയുന്നത്. അവൻ ഇന്ന് കുഴഞ്ഞ് ചാവും. ബൈ. കൊള്ളാം. അതുവഴി ഇറങ്ങാൻ പറ്റുമോ നോക്കി കാസ്ട്രോ. ഇതൊക്കെ എന്ത് ചോദിച്ചോ നോക്കിയേ. ഇതൊക്കെ എന്ത് എവിടെയൊക്കെ പാട് വീണിട്ടുണ്ട്. പാൻ്റെ അഴുക്കായി പോയി. ആ ചങ്ങായി എൻ്റെ മണ്ടയ്ക്ക് തന്നെ കുറേ നേരം അടിക്കാൻ ശ്രമിക്കുന്നു. അതീറേ ക്യാമറമാൻ. ജീവിതത്തിൽ ആദ്യമായി ടെന്നീസ് കളിക്കുന്നില്ല.
ടെന്നീസ് പ്ലെയറിന്റെ എൻട്രി കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാ ഹേ പ്രഭു, അൺഎക്സ്പെക്ടഡ്. ടേബിൾ ടെന്നീസ് ഇവരെ ഷട്ടിൽ ആക്കി മാറ്റുമോ എന്നൊരു സംശയമുണ്ട്. അത് വളരെ ഇതെന്തോ വൈരാഗ്യം വെച്ച് തീർക്കുന്ന പോലെ തോന്നുന്നു. അപ്പോൾ അങ്ങനെ കുറേ നേരത്തെ നമ്മുടെ ടേബിൾ ടെന്നീസിന് ശേഷം ഇവിടെ ഇവിടെ വീഡിയോ ഷൂട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ആളുടെ ജിമ്മിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഷൂട്ടും കാര്യങ്ങളും. ഇത് കണ്ടിട്ട് കുളിക്കാൻ തോന്നുന്നുണ്ട്. നമ്മളെ ഫുഡ് കഴിച്ച് സെറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ഫർണിച്ചർ ഐറ്റംസും സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ ബോർഡ് ക്യാമ്പിലോട്ടുള്ള സോഫ സംഭവ സാമഗ്രികളെല്ലാം വരുന്നുണ്ട്. ഇരിക്കാനുള്ള സാധനം ഇവിടെ ഒന്നുമില്ല. അവിടെ ടി വി വെച്ചിട്ട് ഒന്നും ഇരിക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ തീർത്തിടണം, വെക്കണം, സാധനം വെക്കണം. അതാണ് മെനക്കേട്. ഇതെന്തൊക്കെയാ ഇപ്പൊ ഉള്ളതില്? ബെഡ് ഒക്കെ ഉണ്ടല്ലേ? വാഷിംഗ് മെഷീനോ? എല്ലാം ഉണ്ടോ? ഇതൊക്കെ ഓൺലൈൻ ഓർഡർ ചെയ്യാൻ പറ്റൂലേ? ഈ സാധനമൊക്കെ എങ്ങനെ എടുക്കുന്ന അറിയാം? മറ്റേ ഓൺലൈൻ ഏതൊരു ആപ്പ് ഉണ്ട്, ആപ്പിൽ ഓർഡർ ചെയ്തിട്ട് ഏതാ ഫിർലിങ്കോ പറഞ്ഞ ആപ്പില് മറ്റേ നമ്മള് സ്വിഗ്ഗിയിൽ മറ്റേ സൊമാറ്റോ സാധനം ഓർഡർ ചെയ്യുന്ന പോലെ ഓർഡർ ചെയ്തിട്ടാണ്. ഇത് നമ്മള് മാസത്തിന് അല്ലെ 6 മാസത്തിന് വർഷത്തിന് അങ്ങനെ റെന്റ് ബേസിൽ യൂസ് ചെയ്യുന്നതാണ് ഈ ഫർണിച്ചർ. ഓർഡർ കൊടുക്കുക, സാധനം നമ്മുടെ വീട്ടിൽ ഡെലിവറി എത്തിച്ചു തരും. ഇത്ര മാസത്തിന് കായ് കൊടുക്കുക, കായ് തീർന്നു കഴിഞ്ഞാൽ തിരിച്ചു അവർക്ക് കൊടുക്കുക. സിമ്പിൾ പരിപാടി. കൊള്ളാല്ലേ? ഇതൊക്കെ നാട്ടിലല്ലോ, ഇവിടെ അല്ലേ, ബാംഗ്ലൂരല്ലോ. ബാംഗ്ലൂരാ മെയിൻ. സ്റ്റാർട്ടപ്പ് കൊള്ളാം, ഇനിഷ്യേറ്റീവ് കൊള്ളാം സംഭവം. അപ്പം എന്തായാലും ഇനി ഇതൊക്കെ വേറെ പഠിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ എടുത്തേക്കേണ്ടി വരും. വെച്ചോ ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. ഫസ്റ്റ് സെറ്റ് നമ്മുടെ സോഫ ഇവിടെ വെക്കാനുള്ള നമ്മുടെ ടി വിക്ക് വേണ്ടിയുള്ള നമ്മുടെ സോഫ സംഭവ സാമഗ്രികളെല്ലാം ഇവിടെ സെറ്റ് ചെയ്യാണ് ഫസ്റ്റ്. കോപ്പി ചെയ്യാൻ പറ്റുമോ സാധനം? അല്ല ഇത് കുറച്ച് കോപ്പി ചെയ്യാൻ പറ്റുമോ? അപ്പൊ ക്യാഷോടെ മുഖത്തേക്ക് ഒരു ജസ്റ്റ് ഒരു ക്ലോസ് ഓഫ് ഷോട്ട്, ഒരു ആറ്റിറ്റ്യൂഡ് സാധനം. അപ്പൊ ഞാനിതാ ഈ സാധനം ഇങ്ങനെ കൊടുക്കും. അപ്പം കാസ്ട്രോ ലൈക്ക് ഇങ്ങനെ എന്തെങ്കിലും കാണിക്കണം, ജസ്റ്റ് എന്തെങ്കിലും ക്യാമറയിൽ ഈ സാധനം കാണണം. ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ മതി. ഉച്ചയ്ക്ക് തണ്ടാൻ പോയത് ബട്ട് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുന്ന പോലത്തെ ഇതായി പോയില്ലേ? ജസ്റ്റ് കൊടുക്കുന്ന രീതിയിൽ അല്ല ജസ്റ്റ് അപ്പോൾ നമ്മുടെ ബ്ലൈൻഡിന്റെ ജേസി കാസ്ട്രോ ഇവിടെ ഇപ്പോൾ വീഡിയോ ഷൂട്ടും കാര്യമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റത്തെ മറ്റേ ടൈമിങ് എത്തിപ്പോയോ? നെക്സ്റ്റ് നമ്മുടെ സിമ്പിൾ കാണിക്കാനുള്ള സംഭവ സാമഗ്രികളെല്ലാം അത് ശരി ജോനാഥന്റെ സാധനം ഇൻഡിവിജ്വൽ ആയിട്ട് ലൈക്ക് ഇപ്പോൾ ഓരോ തോട്ടത്തിൽ ഇങ്ങനെ കാണിക്കുമ്പില്ലേ, ഓരോരോ ക്യാമറ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങോട്ട് കളിക്കുന്നത് മൊത്തം സംശയങ്ങളുടെ നിറവിൽ നിന്നോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിപ്പോൾ പെട്ടെന്ന് നമ്മൾ തെറിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം രാത്രി 7:22 ആയിട്ടുണ്ട്. 7:22 നമ്മൾ തെറിക്കുകയാണ്. ഇപ്പോൾ ഇറങ്ങിയാലാണ് നാളെ രാവിലെ
8:30ക്കാണ് ഗൂഗിൾ മാപ്പിൽ കരുനാഗപ്പള്ളി കാണുന്നത്. അതിൽ നമുക്ക് പോകണമെങ്കിൽ 2 വട്ടം ചാർജ് ചെയ്യേണ്ടി വരും. ആ ഒരു മണിക്കൂർ കൂടി കൂട്ടി കഴിഞ്ഞാൽ ശേഷം കറക്റ്റ് ടൈമിനായിരിക്കും മോസ്റ്റ്ലി എത്തുന്നുണ്ടാവും. പക്ക ടൈറ്റ് ഷെഡ്യൂളാണ്. അപ്പോൾ നമ്മൾ വേഗം ഇവിടുന്ന് തെറിക്കുകയാണ്. നമ്മൾ അധികം ഒട്ടും ടൈമില്ല. നമ്മൾ നേരെ ഇവിടുന്ന് ഷൂട്ട് കഴിഞ്ഞപ്പോൾ നേരെ ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ തെറിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ സ്ട്രൈറ്റ് ടു കരുനാഗപ്പള്ളിയാണ് നമ്മളിപ്പോൾ ഇനി പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ജെ ബ്രോ ബൈ ബ്രോ കാണാം. ഓക്കെ കാണാം. ജോജി ബ്രോ എവിടെ? ജെ ബ്രോ ജോജി ബ്രോ. ബൈ ഗൈസ്. ബൈ ബ്രോ. സീ യു. ബൈ ബൈ. ബൈ ബ്രോ. ഓക്കെ ജോജി ബ്രോ ടാറ്റാ. ലെഫ്റ്റ് അല്ലേ? റൈറ്റ്. റൈറ്റാ? എൻ്റെ പൊന്നു കേസ് ഇനി എന്താവും അറിഞ്ഞൂടാ. ഇവിടെ സമയം നോക്ക്, 13 മണിക്കൂറാണ് കാണിക്കുന്നത്. നേരെ കരുനാഗപ്പള്ളിക്ക് കാണിക്കുന്നത്. അതിൽ നമുക്ക് 2 മണിക്കൂർ നമുക്ക് 2 പ്രാവശ്യം ചാർജ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഈ 2 മണിക്കൂറും കൂടി കൂട്ടി കഴിഞ്ഞാൽ 8:45, 9:45, 10:45 സംതിങ് കാണിക്കുന്നത്. 10 മണിക്കാണ് പരിപാടി. ഒരു കിടിലൻ അവസ്ഥയായിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റായി, കുറച്ച് പോസ്റ്റായി. അവരിൽ ഒരു പ്ലെയർ വരാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. ബാംഗ്ലൂർ സിറ്റി വിടണം, അതാണ് ഫസ്റ്റത്തെ ടാസ്ക്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ അങ്ങനെ നമ്മുടെ i4 സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ നമ്മൾ സിറ്റി വിട്ട് നമ്മൾ നേരെ കേരളത്തിലോട്ട് വീണ്ടും. എൻ്റെ പൊന്നു ഗൈസ്, ബ്ലോക്ക് നോക്ക്. നല്ല ബെസ്റ്റ് സമയത്ത് 7:50 നല്ല ബെസ്റ്റ് സമയത്താണ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഒടുക്കാത്ത തിരക്കാണ്. ഫുള്ള് തിരക്കാണ് ഇവിടെ. ബാംഗ്ലൂർ എസ്കേപ്പ് ആവണം, അതാണ് ഫസ്റ്റ് ടാസ്ക്. അത് എസ്കേപ്പ് ആയി തന്നെ പകുതി സമാധാനമായി. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ചാർജിങ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വെച്ചിട്ട് നമ്മുടെ ബെഡൊക്കെ തലേണുണ്ട്. അപ്പോൾ വെച്ചിട്ട് കുറച്ച് നേരം കിടന്നിറങ്ങി ചിഞ്ചു കുഞ്ഞ് വണ്ടി ഓടിച്ചോളും. ചാർജായി കഴിഞ്ഞിട്ട് അവൻ കുറച്ച് നേരം വണ്ടി ഓടിച്ചോളും. രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ ഞാൻ ഓടിക്കാമല്ലോ വെച്ചിട്ടാണ്. കാരണം 2 ദിവസമായിട്ട് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് പോലും ഇല്ല. അപ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങണം. അപ്പോൾ ഞാൻ അങ്ങനെ പോയി ഉറങ്ങട്ടെ. ഇനി ഉറങ്ങി എണീറ്റിട്ട് രാവിലെ ബാക്കി കാണാം. ഓക്കെ, കാരണം 2 ദിവസമായിട്ട് മൊത്തം ഓട്ടമാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ പോയി ഉറങ്ങിയിട്ട് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റ. അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി ഇതിനുള്ളിൽ കിടന്നുറങ്ങി. ഞാനൊരു തൃശ്ശൂരൊക്കെ ആയപ്പോൾ എണീറ്റ് അവിടുന്ന് പിന്നെ അവനോട് കിടന്നുറങ്ങാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടുന്ന് ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ 30% ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫുള്ളാക്കിയിട്ട് നേരെ ഡയറക്റ്റ് കരുനാഗപ്പള്ളിയാണ്. ഏകദേശം കറക്റ്റ് ടൈമാണ്. എനിക്കൊന്ന് ഒരു 10:15, 10:30 ആയിരിക്കും എസ്റ്റിമേറ്റ് കാണിക്കുന്നുണ്ട്. അത് ചാർജ് കഴിഞ്ഞിട്ട് കൊച്ചി വരെ എത്തുമെന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കൊച്ചിയിൽ നിന്ന് അവിടെ ബാംഗ്ലൂരിൽ നിന്ന് എത്തണ്ടേ, ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ചാർജ് ഫുള്ളാക്കാൻ നിന്നില്ല. നമ്മൾ സ്ട്രൈറ്റ് നേരെ വിടുകയാണ്. നമ്മളിപ്പോൾ കൊച്ചി ലുലു മാൾ, എടപ്പള്ളി ലുലു മാളിൻ്റെ അവിടെ എത്തി. നമ്മൾ സ്ട്രൈറ്റ് വിടുകയാണ്. കാരണം ലേറ്റായി. ഇപ്പം തന്നെ അതിൽ എസ്റ്റിമേറ്റ് ടൈം 9:50 കാണിക്കുന്നത്. 10 മണിക്കാണ് പ്രോഗ്രാം. അതിൽ ഒരു 9:30 എത്താനാണ് പറഞ്ഞുള്ളത്. പക്ഷേ എന്നാലും സ്റ്റിൽ പോകണമെങ്കിൽ കഴിഞ്ഞ് പണിയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കണ്ടല്ലോ വെച്ചിട്ട് ഒരു 75% ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നിർത്തിയിട്ട് പിന്നെ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ബാക്കി ഇനിയിപ്പോൾ നേരെ ഇനി അവിടെ പോയി മൈജിയിലെത്തിയിട്ട് അവിടെ നിന്ന് ബാക്കി. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കില്ല കൊച്ചി ഭാഗത്ത്. ഇപ്പോൾ ഈ ഒരു സമയം ഇപ്പോൾ 6:55, 7 മണിയായി ഓൾമോസ്റ്റ്. ഞാൻ കുറച്ചുകൂടി തിരക്ക് എക്സ്പെക്ട് ചെയ്ത് പക്ഷേ വലിയ കുഴപ്പമില്ല. നമ്മൾ ആലപ്പുഴ എത്തിയിട്ടോ. ആലപ്പുഴ ആ ഒരു റൂട്ടിൽ പറഞ്ഞ പോലെ തന്നെ മൊത്തം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് സൈഡിൽ നമ്മുടെ റോഡിൻ്റെ ഹൈവേയുടെ പണിയും കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഇങ്ങനെ വലിയ ബ്ലോക്കൊന്നും കാണിക്കുന്നില്ല. പക്ഷേ അത്യാവശ്യം ബ്ലോക്ക് എന്ന രീതിയിലാണ്. ഇപ്പോൾ അത്യാവശ്യം ബ്ലോക്കൊക്കെ ആയി തുടങ്ങി. ഈ പണി നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയാകുമ്പോഴേക്കും എത്തുമെന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, ഇനി നമ്മൾ ഷോപ്പിലേക്ക് എത്താൻ ശേഷം 1.5 കിലോമീറ്റർ ഉള്ളൂ. 9:15 ആകുമ്പോഴേക്കും എത്തും. എൻ്റെ അമ്മേ, ബാംഗ്ലൂരിൽ നിന്ന് നമ്മളങ്ങനെ സക്സസ്ഫുള്ളി നമ്മളങ്ങനെ എത്തി കരുനാഗപ്പള്ളിയിൽ. ആ ഒരു ടൈമിൽ 9:15 എത്തി. മാപ്പിൽ കാണിച്ചിരുന്നത് 9:30 മാപ്പിൽ ടൈം കാണിച്ചിരുന്നത്. അവിടുന്ന് നമ്മൾ 2 തവണ നമ്മൾ ചാർജ് ചെയ്യാൻ നിർത്തി. പിന്നെ ഇടയ്ക്ക് ചായ കുടിക്കാൻ നിർത്തി. ഒരു തവണ നമ്മൾ KFCയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. ഇത്രയും നിർത്തിയതിന് ശേഷവും നമ്മൾ 9:15 എത്തി. മീൻസ് എനിക്കൊന്നൊരു 2 മണിക്കൂർ സംതിങ് നേരത്തെ എത്തി. 2 മണിക്കൂറോളം നമ്മൾ വേസ്റ്റ് ആക്കി. അത് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഫുഡ് കഴിക്കാനും എല്ലാം കൂടെ 2 മണിക്കൂർ ടോട്ടൽ പോയിണ്ടാവും. എന്നിട്ട് നമ്മൾ ഈ ഒരു ടൈമിൽ എത്തി ബിക്കോസ് ഓഫ് ദിസ് i4 സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാംഗ്ലൂർ ട്രിപ്പ് നമ്മൾ ഇവിടെ വെച്ചിട്ട് അതിൻ്റെ ആണ്. ബാക്കി അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ വഴി കാണിച്ചു തരാം. എല്ലാന്നുണ്ടെങ്കിൽ അത് വേറെ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടാവാം. ഓക്കെ, സോ അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഒരു വീഡിയോ ഇവിടെ വെച്ച് വീഡിയോ അതിൻ്റെ ആണ്. സോ ഇഷ്ടപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ കാണാം. ഓക്കെ, നല്ലൊരു ബൈ ബൈ.